ഒരു മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് തുടക്കക്കാരോടായിട്ട് പറയുകയാണ്. വെള്ളരിക്ക, കുമ്പളങ്ങ ഇങ്ങനെയുള്ള വെജിറ്റബിൾസ് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഇതിൽ നമ്മൾ കൂടുതൽ വെള്ളത്തിൽ ഇതിനെ വേവിക്കരുത്. അങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഇല്ലാതിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, തുടക്കക്കാരോടായിട്ട് പറയുവാണേ. അപ്പോൾ ഞാൻ ചെറിയൊരു വെള്ളരിക്കയാണ് എൻ്റെ കയ്യിലുള്ള കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ്, ഇപ്പം നമ്മൾ ഈ കാണുന്ന വലുപ്പത്തിൽ നമുക്ക് ഇതിനെ ഇത്രയും നമുക്ക് ക്വാണ്ടിറ്റി കറിക്ക് എടുക്കാൻ കിട്ടില്ല. കാരണം ഇത് അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി കുരു ഉള്ള പോർഷൻ ഉണ്ട്. അതൊക്കെ മാറ്റി ആ കുരുവൊക്കെ നീക്കി കളഞ്ഞിട്ട് വേണം നമ്മൾ ചെറിയ പീസസ് ആയിട്ട് നമ്മളിതിനെ അരിഞ്ഞെടുക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് വെള്ളരിക്കയും കുമ്പളങ്ങയൊക്കെ. അപ്പോൾ അതിനെ വേവിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വെള്ളത്തിൽ വേവിക്കാൻ പാടില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് നമ്മൾ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിനെ അരിഞ്ഞെടുത്തു. ഇനിയിപ്പോൾ ഇതിന് ഇത്തിരി ചെറിയ പീസസാണ്, സ്ക്വയർ പീസസ് ആയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പച്ചമുളക്, ഒരു 5 പച്ചമുളകോളം നെടുകെ കീറിയത്, വേപ്പില. ഇത് കൂടാതെ ഇതിനകത്തേക്ക് നമ്മൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത്, കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഇപ്പം ഞാനിവിടെ ഈ ഇങ്ങനെയുള്ള വെജിറ്റബിൾസിൻ്റെ നമ്മുടെ കേരള സ്റ്റൈൽ കറികൾ വെക്കുമ്പോൾ മിക്കവാറും കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലും ചേർക്കും. ആ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത്, നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ളത് വെജിറ്റബിൾസാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ ഉപ്പൊക്കെ ചേർന്ന് കഴിയുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഊറി വരും. അപ്പോൾ ആ വെള്ളത്തിൽ വേണം നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് വളരെ ചെറിയ തീയിൽ അടുപ്പത്ത് വെക്കുക. ആ അടുപ്പത്ത് വെച്ച്, അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെ ഐറ്റംസാണ് ആഡ് ചെയ്തേക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്തു, കുരുമുളക് പൊടി ചേർത്തു, ഉപ്പ്, വെളിച്ചെണ്ണ, 4-5 പച്ചമുളക് കീറിയത്, വേപ്പില, കറിവേപ്പില. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെക്കുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഊറി വരും. അപ്പോൾ ആ വെള്ളവും പിന്നെ നമുക്ക് അത് സിമ്മിൽ വെച്ചിട്ട് വേണം ഇത് തുടക്കത്തിൽ തന്നെ ഇതിനെ വേവിക്കാൻ തുടങ്ങാനായിട്ട്. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത്, കാരണം ഇതിലാദ്യം നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ പതുക്കെ സിമ്മിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഊറി വരും. പിന്നെ അതിനനുസരിച്ച് നമ്മളിപ്പോൾ ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ വേവിക്കാനായിട്ട്. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുക, ചെറിയ തീയിലിട്ട് വേവിക്കുക. അപ്പോഴും നമ്മളത് ഒരു 10 മിനിറ്റൊക്കെ വേവിച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിലേക്ക് അതിനെ കിട്ടും കേട്ടോ. അപ്പോൾ അത് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് വേറൊരു പണിയുണ്ട്. തേങ്ങ, ഒരു 1/2 ബൗള് തേങ്ങ ചിരകിയതും, അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ആ ജീരകവും ചേർത്ത് നമുക്കത് അരച്ചെടുക്കണം. അപ്പോൾ നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്കത് അരച്ചെടുത്തിട്ട്, ഇപ്പോൾ ഇത് സിമ്മിലാണ് ഇപ്പോഴും ആ കറി ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഈ അരച്ച് വെച്ചത് ഒഴിച്ച്, അതിന് ശേഷം ആ ബൗളൊന്ന് കഴുകി ഒരു സ്വല്പം വെള്ളം ചേർത്ത് കഴുകി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് വേണ്ട, ഈ കറിക്ക് വേണ്ട വെള്ളം ഇപ്പോൾ ഈ തേങ്ങ ചിരകി അരച്ചെടുത്തതിൽ തന്നെ ഉണ്ടാവും. പിന്നെ വേറെ പച്ചവെള്ളം നമുക്കിതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ബൗളും കൂടി കഴുകി ഒന്ന് ഒഴിച്ച വെള്ളം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നന്നായിട്ട് സിമ്മിൽ വെച്ചിട്ട് തന്നെ, ഇതിനെപ്പോഴും നമ്മൾ ഈ പച്ചക്കറികളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ തൈരൊക്കെ ചേർക്കേണ്ടതാണ്. അപ്പോൾ ഇതിന് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് തേങ്ങയുടെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി വേവിക്കുക. ഇപ്പോൾ വെന്തു, ഇപ്പോൾ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ ബൗളിൽ തൈരാണ് ഞാൻ എടുത്തത്. ആ തൈരിനെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് തിരിച്ചിട്ട്, അപ്പോൾ അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത്. ഇപ്പോഴും നമ്മുടെ അടുപ്പത്ത് ഇരിക്കുന്ന ഈ പാത്രത്തിന് ചെറിയ തീ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഒട്ടും വെക്കരുത്, ചെറിയ തീയിൽ വെച്ച് ഇതിനൊന്ന് ഇനി മിക്സ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ചൂടാക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇതിനെ തിളപ്പിക്കാൻ പാടില്ല. ഇത് ഞാൻ തുടക്കക്കാരോട് വീണ്ടും പറയുകയാണ്, തൈര് ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒട്ടും വെക്കരുത്, വളരെ സിമ്മിൽ വെച്ചതിന് ശേഷം ഈ തൈര് ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇതിനെ നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം പിരിഞ്ഞു പോവും, പിന്നെ കറിയുടെ ടേസ്റ്റൊക്കെ മാറും. ഒന്നും ഉണ്ടാവില്ല, കറി കഴിക്കാൻ തന്നെ നമുക്ക് രുചി ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമ്മുടെ പണി കഴിഞ്ഞു, ഇനി താളിച്ചൊഴിക്കുകയാണ്. അപ്പോഴേക്ക് നമ്മുടെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തേക്കുക, ഈ ഒരു പരുവത്തിൽ ഓഫ് ചെയ്ത് വയ്ക്കുക. പിന്നെ താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് കടുക് പൊട്ടിച്ചു, ഒരു ചെറിയ 1/2 ടീസ്പൂണോളം ഉലുവയും പൊട്ടിച്ച് വറ്റൽമുളകും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത്
അത് ഇതിനകത്തിട്ട് ഒഴിച്ചു. നമ്മൾ ഈ കറികൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഉടനെ കഴിക്കുന്ന രീതിയിലല്ല, ഒരു 2 hours നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാൻ കിട്ടണം. അപ്പോൾ ഇത് അടച്ച് വെച്ച് നമ്മൾ 2 മണിക്കൂർ കഴിയുമ്പോൾ ചോറിന് കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു വേറെ ഒഴിച്ചു കൂട്ടുന്ന ഒരു കറി, നല്ലൊരു കറിയായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ വല്ല സൈഡ് മീൻ വറുത്തതോ അല്ലെങ്കിൽ ചെമ്മീൻ പൊടിയോ ചമ്മന്തിപ്പൊടിയോ എന്തുണ്ടെങ്കിൽ സൂപ്പർ ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.